ഒരു വലിയ തോതിലുള്ള വമ്പൻ വിജയമാണ് ഇപ്പോൾ BJP നേടിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നിലവിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് ഒരു തൂത്തുവാരൽ വിജയം. 323 സീറ്റിൽ 320 സീറ്റുകളും BJP സ്വന്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് മറ്റെവിടെയുമല്ല, അടുത്ത വർഷം വലിയ തോതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഈ ഒരു തരത്തിലുള്ള വലിയൊരു വിജയ നേട്ടം ഇപ്പോൾ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയണം. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ UP സഹകരണ ഗ്രാമവികസന ബാങ്കിൻ്റെ 323 സീറ്റുകളിൽ 320 എണ്ണത്തിലും ചെയർപേഴ്സൺമാരായി BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ വിജയിച്ച് കയറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും SP സംബന്ധിച്ചിടത്തോളവും വട്ടപൂജ്യമാകുന്ന തരത്തിലോട്ട് UPയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയാം. അതായത് ഒരു തൂത്തുവാരൽ വിജയമെന്ന് തന്നെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു വിജയ നേട്ടമായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല എന്നും മറിച്ച് സഹകരണ മേഖലയിലെ പരിഷ്കരണങ്ങളുടെയും വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണെന്ന് BJP പറയുകയുണ്ടായി. സഹകരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും കർഷകരെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്നതിനും BJP സർക്കാർ എല്ലായ്പ്പോഴും സുതാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും BJP പറയുകയുണ്ടായി. മുൻ സർക്കാരുകളുടെ കാലത്ത് സഹകരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ക്രമക്കേടുകളുടെയും താവളമായി മാറിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള വലിയ തോൽവി അവിടെ ഈ പറയുന്ന SP-ക്കും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും BJP വലിയ തോതിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിജയ നേട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതുമെന്നാണ് BJP അവകാശപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയത്തക്കവണ്ണമുള്ള ഒരു വിജയ നേട്ടം തന്നെയാണ് നിലവിൽ BJP ഇപ്പോൾ UPയിൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് എടുത്തു പറയാം. കാരണമെന്ന് പറയുന്നത് 323 സീറ്റുകളിൽ 320 സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു തരത്തിലുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും ഓരോ തെരഞ്ഞെടുപ്പും UPയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അത് എന്ത് ആയാലും BJPക്ക് അത് സന്തോഷിക്കാനായിട്ടുള്ള വകുപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മറിച്ച് അത് കോൺഗ്രസിനും SP-യെ സംബന്ധിച്ചിടത്തോളവും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ തന്നെ പറയാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വിജയം തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെയായിട്ട് ഊർജം പകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ SP-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ത്യ സഖ്യം തന്നെ വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടം നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു വിജയം അത് BJPയെ സംബന്ധിച്ചിടത്തോളം നേട്ടവും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഈ പറയുന്ന തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം SP-യെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.